ഒടുവിലത്തെ പന്തിയിൽ നാം
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതലുള്ളതായ വാക്യങ്ങളാണ് ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത്. ആസിയയിലെ 7 സഭകൾ. അത് നമുക്ക് ഓരോരുത്തരോടും, ആസിയയിലെ 7 സഭകൾക്ക് മാത്രമല്ല, നാം ഓരോരുത്തരോടുള്ള ദൈവദൂതാണ്. നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ദൈവിക സന്ദേശമാണ്. നാം ഓരോരുത്തരോടും, അത് ഈ 7 സഭകൾക്കുള്ള ദൂതിലും നമുക്കുള്ള പ്രത്യേക സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ആദ്യത്തെ സഭ എഫേസ സഭ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റത്തിനെക്കുറിച്ച് പറയുവാനുണ്ട്. എഫേസ സഭയ്ക്ക് കുറ്റമുണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവ് തുറന്നു കാണിച്ചു കൊടുത്തു. സഭയ്ക്ക് കുറ്റം എന്ന് പറഞ്ഞാൽ സഭയുടെ നേതൃസ്ഥാനത്തുള്ളവർക്ക് കുറ്റം, സഭയുടെ മക്കൾക്ക് കുറ്റം, പാവം ഉണ്ടായിരുന്നു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. കാര്യം കൂട്ടായ്മയുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങളുണ്ട്, പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സഭ സ്മർണ സഭ, അത് പീഡിത സഭയാണ്. പീഡ ഏറെ ഏൽക്കേണ്ടി വന്ന സഭയാണ്. റോമൻ ചക്രവർത്തിമാരുടെ ഭയങ്കരമായ എതിർപ്പുകളും പോരാട്ടങ്ങളും സഹിക്കേണ്ടി വന്ന സഭയാണ്. അന്നത്തെ ഭരണകൂടം സഭയ്ക്ക് എതിരായിട്ട് നിന്നു. അന്നത്തെ ഭരണവർഗം സഭയെ കഠിനമായി ഉപദ്രവിച്ചു. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നാണ് സ്മരണ സഭയോട് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഭയങ്കരമായ പീഡ ഉണ്ടാകുമെന്ന്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട എന്ന് പറയുന്നു. പീഡകളുണ്ടാകും, സ്വാഭാവികമാണ്. പീഡകൾ ശരിയായി പറഞ്ഞാൽ വാസ്തവത്തിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പീഡകളും അത് നമുക്ക് വരുന്നത് നാം സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു തെളിവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരും പറയുന്നത് ശരിയായിരിക്കരുത്. നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. തിന്മ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, പക്ഷെ കളവായിരിക്കണം. സത്യമായി ആ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രക്ഷയുമില്ല. നമ്മെ ആക്ഷേപിക്കുന്നവർ പറയുന്നത് സത്യമാണെങ്കിൽ, നമ്മെ കുറ്റപ്പെടുത്തുന്നവർ പറയുന്നത് സത്യമാണെങ്കിൽ, നമ്മെ ആക്രമിക്കുന്നവർ പറയുന്നത് സത്യമാണെങ്കിൽ, എങ്കിൽ നാം വലിയ നഷ്ടത്തിലാണ് പോകുന്നത്. വലിയ അപകടമാണ്. കർത്താവ് ഏറ്റവും ദുഃഖിക്കും. കർത്താവ് നാം ദുഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മെ ആക്ഷേപിക്കുന്നവരോ പരിഹസിക്കുന്നവരോ കുറ്റപ്പെടുത്തുന്നവരോ നമ്മെ ഒറ്റപ്പെടുത്തുന്നവരോ ആയ ആളുകൾ എന്തെല്ലാം പറഞ്ഞാൽ അതിൽ സത്യം ഉണ്ടായിരിക്കരുത്. അങ്ങനെ നാം നിൽക്കണം. കുറ്റമറ്റവരായിട്ട് നിൽക്കണം. നാം പാവമില്ലാത്തവരായിട്ട് നിൽക്കണം. സ്മരണ സഭ എങ്ങനെയായിരുന്നു? അവർ പീഡ സഹിച്ചുകൊണ്ട് നിന്നു. 3-ാമത്തെ സഭ പെർഗമോസ് സഭ. പെർഗമോസ് സഭ, അവിടെ സാത്താൻ്റെ പള്ളി ആ സഭയിലുണ്ടായിരുന്നു. സാത്താൻ്റെ പള്ളിക്കാർ, ഏറ്റവും ഹീനമായ ജീവിതം നയിക്കുന്നവർ, പള്ളിയുടെ പേരിൽ, ആത്മീയത്തിൻ്റെ പേരിൽ ആത്മീയമല്ലാത്ത കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ പലതും അങ്ങനെയാണല്ലോ, ആത്മീയത്തിൻ്റെ പേരിലാണ് നടക്കുന്നത്. പക്ഷേ ആത്മീയമല്ലാത്ത കാര്യങ്ങൾ, ആത്മീയത്തിൻ്റെ മുഖച്ഛായ അണിഞ്ഞുകൊണ്ട്, ആത്മീയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആത്മീയമല്ലാത്തതായ അനേകം കാര്യങ്ങൾ. ഈ പെർഗമോസ് സഭ അനാത്മീയമായ ഒരു സഭയായി മാറി. ആത്മീയം നഷ്ടപ്പെട്ടു പോയി. 4-ാമത്തെ സഭ തുയഥൈര സഭ. തുയഥൈര സഭയ്ക്ക് പറ്റിയ അപകടം, അവർക്ക് അവരുടെ ഉള്ളത്തിലുള്ളത് ദൈവം അറിയുന്നു എന്നുള്ള ചിന്തയില്ലാതെ പോയി. ഹൃദയവിചാരങ്ങൾ ദൈവം അറിയുന്നുവെന്ന്, എല്ലാ രഹസ്യങ്ങളും കർത്താവ് അറിയുന്നുവെന്ന് ആ ചിന്ത അവർക്കില്ലാതെ പോയി. ദൈവഭയമില്ലാതെ പോയി. സഭയാണ്, പക്ഷേ ദൈവഭയമില്ല. ദൈവഭയമില്ല, ദൈവവിശ്വാസമില്ല. പേരിന് സഭയെന്ന പേര് പറയപ്പെടുന്നത് സഭയാണ്. പക്ഷേ സഭ ദൈവവിശ്വാസം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, ദൈവവിശ്വാസം പരസ്യപ്പെടുത്തേണ്ടതാണ് സഭയുടെ ചുമതല. പക്ഷേ ഈ തുയഥൈര സഭ ദൈവവിശ്വാസത്തെ നിഷേധിച്ച് കളഞ്ഞു, സത്യവിശ്വാസത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. ബലികർമാസക്തിയായ സഭ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ബലികർമാസക്തിയായ സഭ. ബാഹ്യമായ ബലികളൊക്കെ ഉണ്ട്, ബാഹ്യമായ യാഗങ്ങളൊക്കെ ഉണ്ട്, ബാഹ്യമായ ആചാരങ്ങളൊക്കെ ഉണ്ട്, ബാഹ്യമായ അനുഷ്ഠാനങ്ങളെല്ലാം ഉണ്ട്, ബാഹ്യമായ ചടങ്ങുകളെല്ലാം ഉണ്ട്. ആത്മീയത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. 5-ാമത്തെ സഭയാണ് സർദീസ് സഭ. സർദീസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിനക്ക് ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. പേര് ജീവനുണ്ടെന്ന പേര്, പക്ഷേ മരിച്ചവനാണ്. ആത്മാവിൽ മരിച്ചിരിക്കുന്നു. ചിലർ ആത്മാവ് മരിച്ചിരിക്കുന്നു, ചിലർ ആത്മാവിൽ ചാവാറായ ശേഷിപ്പുകൾ ചാവാറായി കിടക്കുന്നു, മരിക്കാറായി കിടക്കുന്നു. ചിലർ മയം കിടക്കുന്നു, ഉണർന്നു കൊള്ളുക. അനേകരും ഇന്നങ്ങനെയാണ്. സഭകളിലെല്ലാം അങ്ങനെയാണ്. ഉള്ളവരെന്നാണ് പേര്, ആത്മീയമാണ് പറയുന്നതെല്ലാം, പക്ഷേ ഉള്ളിൽ ആത്മീയമില്ല, ഉള്ളിൽ ആത്മീയ ചൈതന്യമില്ല. അത് സഭകളിൽ മാത്രമല്ല, ഇന്ന് പല സുവിശേഷ പ്രസംഗങ്ങളിലും ജീവനുണ്ടോ? ഇല്ല. സത്യം അതാണ്. സുവിശേഷ പ്രസംഗങ്ങൾ ടി വിയിലും മറ്റും നാം കേൾക്കുന്ന ചില പ്രസംഗങ്ങളുണ്ടല്ലോ, കേട്ടിരിക്കാൻ സാധിക്കില്ല.
കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ സാധിക്കാത്ത ചില പ്രത്യേകതകൾ, ചില ഇന്ദ്രജാലങ്ങൾ, മയക്കുവിദ്യകൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ടി വി പ്രസംഗങ്ങൾ വരുന്നത് പലതും. എല്ലാം ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു മായാജാലം കാണിക്കുന്നുണ്ടോ? നമ്മൾ ടി വിയിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കൂട്ടായ്മ ഏതെങ്കിലും തരത്തിൽ മായാജാലം കാണിക്കുന്നുണ്ടോ? അത്ഭുത രോഗശാന്തി ഉണ്ടോ? അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറയുന്നതൊക്കെ വെറും പൊട്ടച്ചൊല്ലാണ്. എന്താണെന്നറിയാമോ? ഇത് മനസ്സിലാക്കിയേ കൊള്ളാം. അതെല്ലാം ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ, പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കാൻ കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം സുവിശേഷകരില്ലേ. പക്ഷേ സുവിശേഷകർ സുവിശേഷത്തിൻ്റെ പാത വിട്ടു പോയിരിക്കുന്നു. പള്ളി സ്ഥാപനങ്ങൾ സുവിശേഷത്തിൻ്റെ പാത വിട്ടു പോയിരിക്കുന്നു. പള്ളികളിൽ നടത്തുന്ന ആളുകൾ, അത് കറുത്ത കുപ്പായുള്ളവരായാലും ശരി, ചുവന്ന കുപ്പായുള്ളവരായാലും ശരി, എല്ലാവരും സത്യവചനം വിട്ട് മാറിപ്പോയിരിക്കുന്നു, സുവിശേഷത്തിൻ്റെ പാത വിട്ട് മാറിപ്പോയിരിക്കുന്നു. ഞാൻ വിപ്ലവം പറയുകയല്ല, സത്യമായി പറയുന്നത്. ഇന്ന് യഥാർത്ഥമായ ആത്മീയ എവിടെയുണ്ട്? അവിടെ ചില മെഴുതിരികൾ കത്തി നിൽക്കുന്ന ദൈവമക്കളുണ്ട്. അവിടെ ചില മെഴുതിരികൾ, അവിടെ കത്തി നിൽക്കുന്ന ചില മെഴുതിരികളുണ്ട്. ബാക്കിയെല്ലാം കെട്ടുപോയി, തിരികളിൽ അണഞ്ഞുപോയി. അതാണ് ഫിലദെൽഫിയ സഭയ്ക്ക് ഉള്ള ദൂതിൽ കാണുന്നത്. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിൽ നീ എൻ്റെ വചനം കാത്തു. അത് നല്ല കാര്യമാണ്. ഫിലദെൽഫിയ സഭയെ കർത്താവ് പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നീ നിഷേധിച്ചിട്ടില്ല, എൻ്റെ നാമം നീ നിഷേധിച്ചിട്ടില്ല, വചനം കാത്തു. പ്രിയപ്പെട്ടവരെ, ഞാനത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. വചനം, ദൈവത്തിൻ്റെ വചനം, ദി റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ഈ ദൈവത്തിൻ്റെ വചനം, എഴുതപ്പെട്ട വചനം, ബൈബിൾ. ഈ ബൈബിളിനോട് ചേർന്ന് പോകാത്ത ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത്. ബൈബിളിനോട് ചേർന്ന് പോകാത്തതായ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്, സമ്മതിക്കരുത്. ഈ ബൈബിളിൽ ആ 10 കൽപ്പനകൾ മാത്രമല്ല, എന്തുമാത്രം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദര സ്നേഹം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഉണ്ടോ ഇന്ന് സ്നേഹം? കൂട്ടായ്മകളിലുണ്ടോ സ്നേഹം? അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും ഇഷ്ടക്കുറവും മുഷിച്ചിലും അല്ലേ? അങ്ങനെയല്ലേ? ഇന്ന് അനേകം ആളുകൾ, വിശ്വാസികൾ എന്ന് പറയുന്നവർ, ഇന്ന് പല സഭകളിലുള്ളതുപോലെ തന്നെ അധപതിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സ്നേഹമില്ല, ഐക്യമില്ല, ഒരാളുടെ സങ്കടത്തിൽ പങ്കുചേരാൻ മനസ്സില്ല. കരയുന്നവരോട് കരയണം, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, അതിന് മനസ്സില്ല. അപ്പോസ്തലൻ പറഞ്ഞു, റോമർ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുകയും. അത് ഇന്ന് ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് ദൂരെ പോയിരിക്കുന്നു. സ്നേഹമില്ല, സ്നേഹശൂന്യമായ ഹൃദയം, സ്നേഹശൂന്യമായ പെരുമാറ്റങ്ങൾ. നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം, ഉള്ളിൽ ഇപ്പോഴും ചിലരോട് നിങ്ങൾക്ക് ഒരു നീരസം കിടപ്പില്ലേ? നോക്കൂ, ഉള്ളിൽ ഇപ്പോഴും ചിലരോട് ഒരു ഇഷ്ടക്കുറവോ മുഷിച്ചിലോ കിടപ്പില്ലേ? ചിലരോട് മുൻവിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ അഭിപ്രായ വ്യത്യാസമോ അകത്ത് കിടപ്പില്ലേ? ചിന്തിച്ച് നോക്കൂ. ചിലർ നിങ്ങൾ വിധിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവർ, ഇതെല്ലാം പാവമാണെന്ന് മനസ്സിലാക്കുന്നില്ല. വാവിഷ്ടാണെന്ന് പറഞ്ഞാൽ എന്താണ്? വാവിഷ്ടാണം റിവൈലിംഗ് എന്നാണ്. വാവിഷ്ടാണം. വാവിഷ്ടാണക്കാരൻ റിവൈൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരദൂഷണം പറയുന്നതെന്നാണ്. പരദൂഷണം പറയുന്നവൻ റിവൈലർ, ഏഷണി പറയുന്നവൻ, പരദൂഷണം പറയുന്നവൻ. വാവിഷ്ടാണക്കാരൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങൾ മദ്യപിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, കവർച്ച ചെയ്യുന്നില്ല, വേണ്ടാത്ത അശുദ്ധ ജീവിതം നയിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ പരദൂഷണം പറയുന്നു, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു, മറ്റുള്ളവരെ വിധിക്കുന്നു. അത് മഹാപാതകമാണെന്ന് ആരും ധരിച്ചിട്ടില്ല. ഓർക്കുക, ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വാക്കും, ഓരോരുത്തരും പറയുന്ന വാക്കുകൾക്ക് വാസ്തവത്തിൽ അന്യൻ്റെ ഹൃദയത്തെ കുത്തിനോയിപ്പിക്കുന്നതായ പല വാക്കുകളും പ്രയോഗങ്ങളും വന്നു പോകുന്നു. ചിലരെ നിശ്ചിതമായി നിരൂപണം ചെയ്യുന്നു, വിമർശിക്കുന്നു. ചിലരെ കർക്കശമായി വളരെ നിന്ദയോടുകൂടി പെരുമാറുന്നു, വളരെ ആക്ഷേപത്തോടുകൂടി പെരുമാറുന്നു. ചിലരെ പുച്ഛിക്കുന്നു, ചിലരെ തഴയുന്നു. ഇതെല്ലാം ദൈവികമല്ലാതെ ആത്മീയമല്ല, അതെല്ലാം പൈശാചികമാണ്. നമ്മുടെ ഓരോ വാക്കും ശ്രദ്ധിക്കണം. ഞാൻ പറയാറുണ്ടല്ലോ, കേൾക്കുന്നവർക്ക് അറിവ് ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വചനം അതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ കേൾക്കുന്നയാൾ കൃപ ലഭിക്കണം. ആവശ്യം പോലെ മാത്രമേ പറയാവൂ.
കേൾക്കുന്നയാൾക്കും പറയുന്നയാൾക്കും ആത്മീയ വർധന ഉണ്ടാകണം. നല്ല വാക്കേ പറയാവൂ, ചീത്ത വാക്ക് പറയരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആകാത്ത വാക്ക് പറഞ്ഞാൽ, ആരെക്കുറിച്ചെങ്കിലും ഏഷണി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും എല്ലാം മാറ്റിക്കളണം. പൊട്ടച്ചൊല്ലുകൾ, കളിവാക്കുകൾ, ചേർച്ചയില്ലാത്തവ അതെല്ലാം മാറ്റിക്കണം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്. എഫെസ്യ ലേഖനത്തിൽ പറയുകയാണ്, പൗലോസ് പറയുന്നതാണ്, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നമ്മെ തന്നെ നാം ശോധന ചെയ്യുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ മനസ്സിലാകുന്നത്. ഇത് നാം വിചാരിക്കും കുഴപ്പമൊന്നുമില്ലേ, നമസ്കാരമുണ്ട്, സന്ധ്യ നമസ്കാരമുണ്ട്, പ്രഭാത നമസ്കാരമുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പിന്നെ എന്നാ കുഴപ്പം? പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയുന്നില്ല, ഇന്ന് നിങ്ങളെന്നല്ല നമ്മുടെ സമൂഹം മുഴുവൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. കുറേ ചടങ്ങുകൾ മാത്രം ആചരിച്ച് തൃപ്തിപ്പെട്ട് കൊണ്ടുപോവുകയാണ്. ചില ആചാരങ്ങൾ മാത്രം കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഭക്തി ജീവിതം. ആചാരങ്ങൾ കുടുങ്ങുന്ന ഭക്തി ജീവിതം മാറണത്. അത് മാറിയിട്ട് നാം കർത്താവിൻ്റെ വിശുദ്ധരായിത്തീരണം. സ്തോത്രം. വിശുദ്ധരായിത്തീരണം. ഈ അല്പമേ ശക്തിയുള്ളൂ. പക്ഷേ ഫിലദൽഫിയയിലെ സഭ വചനം കാത്തു, വചനം അനുസരിച്ചു, വചനത്തിന് പ്രാധാന്യം കൊടുത്തു. വചനം, ഏതൊരു കാര്യം വരുമ്പോഴും വചനത്തിലേക്ക് നോക്കുക. വചനം എന്തു പറയുന്നു, അതാണ് നോക്കേണ്ടത്. വചനം എന്തു പറയുന്നു? എൻ്റെ ജീവിതം വചനാനുസരണമാണോ? ഞാൻ ജീവിക്കുന്നത് വചനാനുസരണമായിട്ടാണോ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തതയുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സത്യസന്ധതയുണ്ടോ? ഞാൻ ചില സത്യങ്ങൾ വിഴുങ്ങിയിട്ട് അർത്ഥസത്യങ്ങളായി പറയുന്നുണ്ടോ? അർത്ഥസത്യങ്ങൾ, പകുതി സത്യം, മുഴുവൻ സത്യമല്ല. ചില ഭാഗങ്ങൾ വിഴുങ്ങുന്നു, സ്വന്തമായിട്ട് അത് മിണ്ടാതിരിക്കുന്നു, അർത്ഥസത്യങ്ങൾ പറയുന്നു. ഇതെല്ലാം തന്ത്രങ്ങളാണ്, കൗശലങ്ങളാണ്. ദൈവമക്കൾക്ക് അത് പാടില്ല. ദൈവമക്കൾ ഈ കൗശലങ്ങളും തന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ദൈവമക്കൾ അവർ വിശുദ്ധനാണ്, വിശുദ്ധരായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ഒരു വിശുദ്ധ ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും വിശുദ്ധിയുടെ ചുവടുവെപ്പുകളാണോ? നിങ്ങളുടെ ഓരോ ചലനവും വിശുദ്ധിയുടെ ചലനങ്ങളാണോ? ചിന്തിക്കൂ. നിങ്ങളുടെ ഓരോ നോട്ടവും വിശുദ്ധിയുടെ നോട്ടങ്ങളാണോ? നിങ്ങളുടെ ഓരോ ചലനവും വിശുദ്ധിയുടെ ചലനങ്ങളാണോ? നിങ്ങൾ ചിന്തിക്കൂ, നോക്കൂ. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. യേശുക്രിസ്തു രഹസ്യങ്ങൾ കാണുന്ന ക്രിസ്തു നോക്കുമ്പോൾ, ഇതാ ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന മകൻ എന്ന് പറയുമോ നമ്മെക്കുറിച്ച്? ഇതാ ഞാൻ പ്രസാദിക്കുന്ന, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന മകൻ എന്ന് പറയുമോ? പ്രിയപ്പെട്ടവർ, ചിന്തിക്കൂ. ദൈവത്തിൻ്റെ മകനായ, ദൈവത്തിൻ്റെ മകളായി നാം ജീവിക്കുന്നുണ്ടോ? കാര്യഗൗരവമുള്ള ജീവിതമാണോ നാം നയിക്കുന്നത്? നാം നമ്മുടെ മക്കളെ നേർപ്പാതയിൽ നടത്തുന്നുണ്ടോ? അവരെ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ടോ? അവർ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവർക്ക് ശാസനവും ശിക്ഷണവും കൊടുക്കുന്നുണ്ടോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവർ. എങ്ങനെ നാം ഓരോരുത്തരും ഉത്തരവാദിത്വബോധമുള്ളവരായി തീരണം, ദൈവത്തിൻ്റെ മക്കളായി നിൽക്കണം. നമ്മുടെ ജോലികൾ ഉത്തരവാദിത്വബോധം ഞാൻ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു ഓഫീസിലോ അല്ലെങ്കിൽ കമ്പനിയിലോ ജോലി ചെയ്യുന്നു, അവിടെയുള്ള സൂപ്പർവൈസറെ കാണിക്കാനുള്ള ജോലി ചെയ്തുകൊണ്ട് കാര്യമില്ല. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ദൈവം പ്രസാദിക്കണം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിന്നാണ് വചനം പറയുന്നത്. കൊലോസ് ലേഖനം 3:17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. നന്ദിയുള്ളവരായിരിപ്പീൻ. സ്തോത്രത്താലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിപ്പീൻ. നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിന് പാടുവീൻ. എല്ലാം വചനം പറയുന്നതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഓരോ ചെയ്തികളെ നിങ്ങൾ നോക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഗതികളെയും നിങ്ങൾ നോക്കൂ. ഒരു കാര്യം വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. ബാല്യം മുതലേ ജീവിതവിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് അരുതാത്തതിൽ നിന്ന് മാറി നിന്ന് വചനത്തെ മാനിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അവർ ആളുകൾ നോക്കി നിൽക്കുന്നത് പോലെ പെട്ടെന്ന് വളർന്ന് ഉയർന്നു പോകുന്നത് കാണാം. ബാല്യം മുതൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് യേശുക്രിസ്തുവിനെ ഭക്തിയോടെ ആരാധിക്കാൻ ജീവിതം തീരുമാനിച്ച് വ്യക്തമായി ചില തീരുമാനങ്ങൾ, സമർപ്പണങ്ങളെടുത്ത് മനസ്സറിഞ്ഞൊരു ഭാഗം വരികയില്ലെന്നുള്ള തീരുമാനത്തോടുകൂടി അടിയുറച്ച് വചനത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ അവർ അത്യത്ഭുതമായി വളർന്ന് ഉയർന്നു പോകുന്നത് കാണാം. ലോക ചരിത്രത്തിൽ കാണാവുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർ സംസ്കാര സമ്പന്നരായിത്തീരും. അവർ ആത്മീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതായിത്തീരും. ആത്മീയ മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ആത്മീയ മൂല്യങ്ങൾ, സനാതന മൂല്യങ്ങൾ, അതിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും.
നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ആത്മീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണോ? ആത്മീയമായ വിലപ്പെട്ടത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നവരാണോ? ഇന്ന് നമ്മിൽ പലരും ആഹാരത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നു. ആഹാരം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുന്ന കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയം മദ്യപാനത്താലും അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾ കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ലൂക്കോസ് 21 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണം, ഏറ്റവും ലക്ഷൂറിയസ് ഫുഡ്, അതാണ് മനുഷ്യന് വേണ്ടു. ലക്ഷൂറിയസ്, ഏറ്റവും സുഖകരമായ ഭക്ഷണം, അത് മതി. ഭക്ഷണം എന്നാൽ സുഖകരമായില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയവരുടെ കോപം, ചിലപ്പോൾ പാത്രം തട്ടിമറിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് കോപിക്കുന്നു, അല്ല അല്പം ഉപ്പ് കൂടിപ്പോയാൽ അവിടെ വഴക്കായി കഴിഞ്ഞു, ഉപ്പ് കുറഞ്ഞു പോയാൽ വഴക്കായി കഴിഞ്ഞു. പല കുടുംബങ്ങളിലും ഭക്ഷണമേശയിൽ വഴക്കല്ലേ, ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ വഴക്കല്ലേ, ഭിന്നതയല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നിയന്ത്രണം വന്നിട്ടുണ്ടോ? ആ ഒരു ദൈവീകമായ ബോധം വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഓരോ ചുവടുവയ്പ്പിലും വചനപ്രകാരം നാം നിൽക്കണം. വചനം അനുസരിപ്പീൻ, വചനപ്രകാരം ജീവിപ്പീൻ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. 7 വാക്യം മുതൽ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആ സഭയോട് പറയുകയാണ്, നിനക്ക് പ്രവർത്തിക്കാനുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വാതിൽ, കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വാതിൽ വാസ്തവത്തിൽ സുവിശേഷ വേലയ്ക്കുള്ള വാതിലാണ്, കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള വാതിൽ. നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിലുണ്ട് വാതിൽ, കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള വാതിലുണ്ട്. പക്ഷേ ഞാൻ എന്നെ തന്നെ ത്യജിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്താൽ പ്രയോജനപ്പെടുകയില്ല. പ്രസംഗിക്കാം, എന്നെ തന്നെ രചിക്കാതെ, എൻ്റെ സ്വയത്തെ ത്യജിക്കാതെ, എൻ്റെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ ഉപേക്ഷിക്കാതെ ഞാൻ എന്ത് പ്രസംഗിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങളൊരു പാഠമാക്കി എടുത്തോളൂ. നിങ്ങളെ തന്നെ ത്യജിക്കുന്നവരായി തീരണം. യാതൊരു തിന്മയും ശത്രുവിനും പറയാൻ വകയില്ലാത്തവരായിരിക്കണം. നിങ്ങളെക്കുറിച്ച് ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചുകൊള്ളട്ടെ, കുഴപ്പമില്ല. നിങ്ങളെ പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊള്ളട്ടെ, അതിനും കുഴപ്പമില്ല. അവർ പറയുന്നത് സത്യമായിരിക്കരുത്. നിങ്ങൾ കറതീർന്നവരായി നിൽക്കണം, പാവം പറ്റാത്തവരായി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കറതീർന്നവരായി, ചെളി ഏശാത്തവരായി, മാലിന്യം പറ്റാത്തവരായി നിൽക്കുമെങ്കിൽ നമുക്ക് സുവിശേഷ വേല ചെയ്യാം. സുവിശേഷ വേലയ്ക്കുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഒട്ടേറെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ, ഒട്ടേറെ. ചിലർക്ക് പ്രാർത്ഥനയ്ക്കുള്ള നൽവരമുണ്ട്. പ്രാർത്ഥിക്കുക, മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവവേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവവേലയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭവന സന്ദർശനത്തിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സുവിശേഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്കുള്ള നൽവരമുള്ളവർ. വേറെ ചിലർ, അവർക്ക് വചനം പറയാനുള്ള കൃപയുണ്ട്, സാക്ഷ്യം പറയാനുള്ള കൃപയുണ്ട്. അവർ സാക്ഷ്യം പറയട്ടെ, അവർ വചനം പറയട്ടെ. നിങ്ങൾ ആരും ഒന്നിൽ നിന്ന് പുറകോട്ട് മാറരുത്, കർത്താവിൻ്റെ വേലയിൽ നിന്ന് പുറകോട്ട് മാറരുത്. നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സാധിക്കും. ഓരോരുത്തരും കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സുവിശേഷ വേലയ്ക്കുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സുവിശേഷ വേലയ്ക്കുള്ള വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, സുവിശേഷ വേലയ്ക്കുള്ള വാതിൽ. അല്പമേ ശക്തിയുള്ളൂ, വലിയ കരുത്തരൊന്നും അല്ല, എങ്കിൽ സുവിശേഷ വേല ചെയ്യാനുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നമുക്കും അങ്ങനെയല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. നമുക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല, നമുക്ക് സെമിനാരി പഠിത്തമില്ല, നമുക്ക് തിയോളജിക്കൽ ഡോക്ടറേറ്റ് ഇല്ല. പിന്നെ എന്നാ നമുക്കുള്ളത്? നമുക്ക് യേശുവുണ്ട്, മതിയല്ലോ. നമുക്ക് യേശുവുണ്ട്. യേശു ഹൃദയത്തിൽ വസിക്കുന്നത് അനുഭവിച്ചുകൊണ്ടും യേശുവിനെ ഹൃദയത്തിൽ നാം കണ്ടുകൊണ്ടും നാം വചനം പറയുമ്പോൾ ആ വചനത്തിന് ശക്തിയുണ്ട്. വചനം മൂർച്ചയുള്ളതാണ്. അത് ആത്മാക്കളെ വെട്ടി വീഴിക്കും, പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളയും, ശത്രുവിൻ്റെ കോട്ടകളെ ഇടിച്ചു കളയും, ശത്രുവായി പൈശാചിൻ്റെ കോട്ടകൾ ഇടിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നു, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും
ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. ഈ വചനം ശക്തിയാണ്. നമ്മുടെ ഹൃദയത്തെ പിളർക്കും. ഈ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് ദൈവത്തിൻ്റെ വചനം. കല്ലിച്ചു പോയ ഹൃദയത്തെ തകർക്കും. ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ഒരു വലിയ നഷ്ടം കണ്ണീരില്ല. ഒരു കാലത്ത് നമ്മൾ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്ന നേട്ടം കണ്ണീരായിരുന്നു. വചനം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. ഞാൻ ഓർക്കുന്നു, നമ്മുടെ കൂട്ടായ്മ തുടങ്ങിയ കാലത്ത് 1973-74 സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് പള്ളിയിലാണ് നടക്കുന്നത്. എൻ്റെ ഇടവക പള്ളിയിലാണ് നടക്കുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് എനിക്കൊരു സ്കൂട്ടറുണ്ട്. ഞാനും ആലീസും കൂടി സ്കൂട്ടറിലൊക്കെ ചെല്ലുന്നു. ഈ കുരിശ് കഴിയുമ്പോഴേക്കും ഞാൻ ആത്മാവിലാകുന്നു. എന്താ ആത്മാവിലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഞാനങ്ങ് കോരിത്തരിക്കുകയാണ്. പള്ളിയുടെ ഗേറ്റ് കടന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് ഈ സ്കൂട്ടർ എവിടെയെങ്കിലും ഇട്ടിട്ട് വേഗം ഓടിച്ചെല്ലാൻ ആഗ്രഹം. ഞാൻ സ്കൂട്ടർ അവിടെ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് ഞാൻ പള്ളിയെത്തി ചെല്ലുമ്പോൾ ഞാൻ നിറഞ്ഞ സ്തുതിയിലാണ് ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. ജനം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പാവങ്ങൾ എന്തിനാണ് കരയുന്നത്? അത് ദുഃഖം കൊണ്ടുള്ള കരച്ചിലല്ല, ആത്മാവിൻ്റെ തകർച്ച കിട്ടുന്നു. ജനം മുഴുവൻ കരയുന്നു, പള്ളികൾ മുഴുവൻ കരയുന്നു. അന്ന് അങ്ങനെയൊക്കെ നടന്നു. എന്തുകൊണ്ട് നടന്നു? നടക്കാൻ കാരണം അന്ന് പരിശുദ്ധാത്മാ ശക്തിയേറിയ പ്രവാഹം പലരിലും ഉണ്ടായിരുന്നു. ഇന്ന് കണ്ണീര് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് തകർച്ച നഷ്ടപ്പെട്ടു പോയി. ഇന്ന് എവിടെ കണ്ണീരെവിടെ? ഇന്ന് കുറ്റബോധം എവിടെ? ഇന്ന് പാവബോധമില്ല. അന്നങ്ങനെയല്ലായിരുന്നു. പാവബോധം ഉണ്ടായിരുന്നു. ഒരു ചെറിയ അസത്യം വന്നുപോയാൽ, നുണ വന്നുപോയാൽ യോബിന് പരാക്രമമാണ്. അയ്യോ തെറ്റുപറ്റിയല്ലോ കർത്താവേ, തെറ്റുപറ്റിയല്ലോ. ഉള്ളത്തിൽ വേദനയാണ്. വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പുറത്തേക്ക് എടുത്തിട്ടാൽ എങ്ങനെ ഇരിക്കും? പിടച്ചുകൊണ്ടിരിക്കും. ശ്വാസം കിട്ടുന്നില്ല, പിടച്ചുകൊണ്ടിരിക്കും. പിന്നെ വെള്ളത്തിൽ ചെന്നാലേ അതിന് ആ പിടച്ചിൽ മറുകയുള്ളൂ. എന്നതുപോലെ ഒരു പാവം വന്നാൽ പിടയ്ക്കുന്നു, ആത്മാവ് പിടയ്ക്കുന്നു. ഇന്നോ തഴമ്പിച്ചു പോയി. കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്നറിയാം? കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണം കയ്യിലോ കാലിലോ ഒക്കെ ചില ഭാഗങ്ങൾ മരവിക്കും. അവിടെ ബ്ലേഡ് കൊണ്ട് അറുത്താൽ ചോര വരും, പക്ഷേ വേദനയില്ല, അറിയില്ല. എന്തുകൊണ്ട്? തഴമ്പിച്ചു പോയി. അവിടെ രോഗബാധ വന്നുപോയി. ഇന്ന് അനേകർക്കും ആത്മാവിൽ രോഗബാധ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വചനം ഏശാത്തത്. കല്ലിച്ച ഹൃദയങ്ങൾ, മരവിച്ചു പോയ ഹൃദയങ്ങൾ, തഴമ്പിച്ചു പോയ ഹൃദയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാനിതാ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിൽ കൂടി ഞാൻ കടന്നു ചെന്ന് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യും. ഞാൻ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യും. വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ പ്രിയമക്കളെ എല്ലാവരെയും കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. നിൻ്റെ മക്കൾക്ക് സ്വർഗീയ ഭോജനം നൽകിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.